ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ മീൻസ് ആ ഒരു പുരുഷൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ വിട്ട് ഒരിക്കലും പോവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ടെങ്കിൽ, അവരിൽ പറയുന്ന ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട, യാതൊരു പേടിയും വേണ്ട. അവർ നിങ്ങളെ വിട്ട് പോകുമോ എന്നുള്ളതിൽ പോവില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഫ്രണ്ട്സിനെ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. നോക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ്, വിശ്വസിക്കാൻ പറ്റുന്നവരാണോ, ചീറ്റ് ചെയ്യുന്ന ആളുകളാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അവർ വളരെ നല്ല ആളുകളാണ്, അങ്ങനെ ആരെയും ചീറ്റ് ചെയ്യുന്നവരല്ല, അല്ലെങ്കിൽ നിങ്ങളോട് അവർ ബിഹേവ് ചെയ്യുന്നത് വളരെ മാന്യമായ രീതിയിലാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്. നേരെ മറിച്ച് അവരെ വിശ്വസിക്കാൻ പറ്റില്ല, അവരെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് കുറേ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തന്നെ വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ തന്നെ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെറിയൊരു മീൻസ് നമുക്ക് ചെറിയ രീതിയിൽ പറയാം, ഇവരും അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. നേരെ മറിച്ച് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അവരുടെ ഫ്രണ്ട്സും വളരെ നീറ്റാണ്, അതേപോലെ തന്നെ വളരെ നല്ല സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നല്ല രീതിയിലാണ്, അങ്ങനെ ആരെയും ചീറ്റ് ചെയ്യുന്ന ആളുകളൊന്നും അല്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആള് അങ്ങനെ ആകും എന്നുള്ളത് നിങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കാനായിട്ട് പറ്റും. അതിനെ സഹായിക്കുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവര് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ക്ഷമ ചോദിക്കാൻ യാതൊരു മടിയും കാണിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങോട്ട് വന്ന് ക്ഷമ ചോദിക്കും, ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. അതല്ല, ക്ഷമ ചോദിക്കാൻ മനസ്സ് കാണിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ ഇവരങ്ങനെയൊന്നല്ല. ഇവരിപ്പോൾ ഇവരുടെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ക്ഷമ ചോദിക്കാൻ ഇവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവർക്ക് ഈ ബന്ധം എങ്ങനെയെങ്കിലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്ഷമ ചോദിക്കാനായിട്ട് ഇവർ മനസ്സ് കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇവര് വാക്ക് പാലിക്കും എന്നുള്ളതാണ്. അതായത് ഇവർ എന്തെങ്കിലും കാര്യം നിങ്ങളോട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ചെയ്യുന്നുണ്ടാവും, ആ പറഞ്ഞ് കൃത്യസമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങളെ ഇന്ന സമയത്ത് കാണാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൃത്യസമയത്ത് അവർ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങളെ കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഇവർ തയ്യാറാവുണ്ടാവില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടായിരിക്കും. ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ചെയ്യാം എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം മാക്സിമം ഇവർക്ക് പറ്റുന്ന അത്രയും എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തില് വാക്ക് പാലിക്കാൻ അവരെ തയ്യാറാണെങ്കിൽ, വാക്ക് പാലിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് സംശയമൊന്നും ആവശ്യമില്ല, ഇവരൊരിക്കലും നമ്മളെ വിട്ടു പോവില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഫാമിലിക്ക് ഇവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവർക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും കാണുന്ന സമയത്ത് വളരെ സ്നേഹത്തോടും അതേപോലെ തന്നെ റെസ്പെക്റ്റോടും കൂടിയിട്ടാവും ഇവർ പെരുമാറുണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ഫാമിലി എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിനെ അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവർ മനസ്സ് കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഫാമിലിക്ക് കൂടി കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്ന ഒരു രീതിയിലാണ് അവർ പെരുമാറുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ കാണുന്നത്. നമ്മൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതേപോലെ നമ്മുടെ ഫാമിലി അവരും സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ നല്ലൊരു സൈൻ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇവരുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു ഹൈഡിങ് ടെൻഡൻസി ഒന്നും കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. സീക്രട്സ് ഒന്നും ഇവർക്ക് അധികം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക അങ്ങനെയൊന്നും അവർ ചെയ്യണ്ടാവില്ല. എല്ലാം ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് അത് തുറന്നു പറയാനായിട്ട് ഒരു മനസ്സ് കാണിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു കാര്യങ്ങളും അങ്ങനെ മറച്ചു വെക്കുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ടാവില്ല. എല്ലാ ആളുകൾക്കും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇവർക്ക് ഉണ്ടാവുക വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇങ്ങനെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ആ ഒരു രീതി ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയുന്നത് എന്തറിയോ, പരസ്പരം അത്രയധികം സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കിടയിൽ യാതൊരു രഹസ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെയൊന്നല്ല, എല്ലാവർക്കും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആരോടും പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ആരോടും പറയണം എന്നില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് അവർ ഷെയർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു 4-5 കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോടുള്ളത് യഥാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ എന്നുള്ളത്. ഈ പറഞ്ഞതെല്ലാം പോസിറ്റീവായ രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയമോ പേടിയോ ഒന്നും ആവശ്യമില്ല.
നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറേ കാലം മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുമോ, നിങ്ങൾ ഇട്ടിട്ട് പോകുമോ, ഇതിൻ്റെ ഒന്നും സംശയം വേണ്ട എന്നുള്ളതാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അവരൊരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോവില്ല എന്നുള്ളത്. അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നെഗറ്റീവായിട്ട് മനസ്സിലേക്ക് ചിന്ത വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ റിലേഷൻഷിപ്പിലില്ല, അവരിങ്ങനെയല്ല ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ഫ്രണ്ട്സ് ഇവരുടെ ഫ്രണ്ട്സും കുറച്ചൊക്കെ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആളുകളാണ്, അതേപോലെ തന്നെ എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ സോറി പറയാനൊന്നും മനസ്സ് കാണിക്കാത്ത ആളുകളാണ്, ഇങ്ങനെയൊക്കെ ഉള്ള ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള പാർട്ട്നേഴ്സ് ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ഉള്ള ആളുകളായിരിക്കും ഈ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേരെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വളരെയധികം വിഷമം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ വല്ലാത്ത സംശയവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, അതായത് വളരെ പോസിറ്റീവായ രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത്രയധികം ഹാപ്പി ആയിട്ട് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ എന്ത് ചെയ്തിട്ടും അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല, എനിക്ക് ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ നിലവിലുള്ള ഈ ഒരു പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് റിലേഷൻഷിപ്പ് ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിന് താല്പര്യമുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് പോയിന്റ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് കേട്ട ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.